സോഷ്യൽ മീഡിയയും വൈഡ് റിലീസും വ്യാപകമായ ഇക്കാലത്ത് ഓപ്പണിംഗ് ഡേയിലെ ആദ്യ പ്രദർശനങ്ങളിൽ ഒരു ചിത്രം നേടുന്ന അഭിപ്രായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് ഡേ തന്നെ മോശം അഭിപ്രായം വന്നാൽ സൂപ്പർ താര ചിത്രങ്ങൾ പോലും ബോക്സ് ഓഫീസിൽ വഴുതി വീഴുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. മറിച്ച് പോസിറ്റീവ് അഭിപ്രായമാണ് വന്നതെങ്കിൽ സ്ക്രീൻ കൗണ്ടിലും വാരാന്ത്യ കളക്ഷനിലും സിനിമ കുതിക്കും. ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങുമെന്ന് മമ്മൂട്ടി പറഞ്ഞതുപോലെ അടുത്ത കാലത്തായി അത്രത്തോളം മികവോടെയാണ് കഥാപാത്രങ്ങളെല്ലാം മമ്മൂട്ടി എന്ന മഹാനടൻ തേച്ചു മിനുക്കിയെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റിയും മമ്മൂട്ടിയുടെ അത്തരത്തിലുള്ളൊരു വേഷപ്പകർച്ചയാണ്. റിലീസ് ദിനത്തിലെ അഭിപ്രായങ്ങളിൽ മികച്ച ദൃശ്യാനുഭവമാണെന്ന് വന്നതോടെ കേരളമെമ്പാടുമുള്ള റിലീസിംഗ് കേന്ദ്രങ്ങളിൽ ഭ്രമയുഗത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പ്രദർശിപ്പിച്ച ഇടത്തെല്ലാം ഹൗസ്ഫുൾ ബോർഡുകളുമായി തിയേറ്ററുകൾ തൂക്കിയാണ് ഭ്രമയുഗം തുടക്കമിട്ടത്. ചിത്രത്തിന് നിരവധി അഡീഷണൽ ഷോകളും കഴിഞ്ഞ ദിവസം തന്നെ ചാർട്ട് ചെയ്യപ്പെട്ടു. നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് 100-ലധികം അധിക പ്രദർശനങ്ങളാണ് ഉണ്ടായത്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആഗോളതലത്തിൽ 6 കോടി രൂപയിലധികമാണ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട്. കേരളത്തിൽ നിന്ന് മാത്രം 3.05 കോടി രൂപയാണ് ഭ്രമയുഗം ആദ്യ ദിന കളക്ഷനായി നേടിയത്. ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ട് പ്രകാരം 1 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം ചിത്രത്തിനായി വിറ്റത്. മാസ് സ്വഭാവമില്ലാത്ത ഒരു മലയാള സിനിമയായിട്ടും ആഗോള ബോക്സ് ഓഫീസിൽ ആദ്യ ദിന കളക്ഷനിൽ 6 കോടി രൂപയിലധികം നേടാനായത് ഭ്രമയുഗത്തിൻ്റെ നേട്ടമായാണ് പല ട്രേഡ് അനലിസ്റ്റുകളും വിലയിരുത്തുന്നത്. 5 ഭാഷകളിലായി റിലീസ് ചെയ്ത ചിത്രത്തിന് മറ്റു സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലുമൊക്കെ മികച്ച സ്ക്രീൻ കൗണ്ടും വലിയ സ്വീകരണവുമാണ് ലഭിക്കുന്നത്. മലയാളികളല്ലാത്ത നിരവധി പ്രേക്ഷകരാണ് ആദ്യ ദിനം തന്നെ ചിത്രം കണ്ട് തങ്ങളുടെ അഭിപ്രായം എക്സ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഭ്രമയുഗം എന്ന ഹാഷ്ടാഗ് എക്സിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. 40,000-ലധികം പോസ്റ്റുകളാണ് ഈ ടാഗോടെ ഇതിനകം എത്തിയിട്ടുള്ളത്. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കപ്പെട്ട ഹൊറർ ത്രില്ലർ ചിത്രം എന്നതും വേറിട്ട ഗെറ്റപ്പുമായി മമ്മൂട്ടി എത്തുന്നുവെന്നതും ചിത്രത്തിന് റിലീസിന് മുമ്പേ ഹൈപ്പ് കൂട്ടിയ ഘടകങ്ങളാണ്. ഭൂതകാലം എന്ന ഹൊറർ ത്രില്ലർ ചിത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ രാഹുൽ സദാശിവനാണ് ഭ്രമയുഗം ഒരുക്കിയതെന്നതും ചിത്രത്തിൻ്റെ കൗതുകം വർദ്ധിപ്പിച്ചു. ഭൂതകാലം പോലെ തന്നെ മലയാള സിനിമയുടെ ഭൂതകാലങ്ങളിൽ എവിടെയും കാണാൻ കഴിയാത്ത ഒരു പരീക്ഷണമാണ് സംവിധായകൻ രാഹുൽ സദാശിവൻ ഭ്രമയുഗത്തിൽ ഒരുക്കിയതെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. 17-ാം നൂറ്റാണ്ടിലെ തെക്കൻ മലബാറിൽ നടക്കുന്ന ഒരു ഫിക്ഷൻ കഥയാണ് ഭ്രമയുഗം. 5 കഥാപാത്രങ്ങളാണ് ഭ്രമയുഗത്തിലുള്ളത്. മമ്മൂട്ടിയെ കൂടാതെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമൽഡ ലിസ്, മണികണ്ഠൻ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ. മമ്മൂട്ടിയുടെ വിസ്മയിപ്പിക്കുന്ന അഭിനയത്തിനൊപ്പം അർജുൻ അശോകൻ്റെയും സിദ്ധാർത്ഥ് ഭരതൻ്റെയും കരിയർ ബെസ്റ്റ് കഥാപാത്രങ്ങളായാണ് ഭ്രമയുഗത്തിലെ റോളുകൾ വിലയിരുത്തപ്പെടുന്നത്. അതിനിടെ റിലീസ് ചെയ്തതിനു തൊട്ടു പിന്നാലെ ഭ്രമയുഗത്തിൻ്റെ വ്യാജ പ്രിന്റുകൾ ടെലിഗ്രാമിൽ പ്രചരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ മാസം 9-ന് തിയേറ്ററുകളിലെത്തിയ പ്രേമലു, ടൊവിനോ തോമസിൻ്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ ചിത്രങ്ങളുടെയും യാത്ര ടു എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെയും വ്യാജ പതിപ്പ് ടെലിഗ്രാമിൽ പ്രചരിക്കുന്നുണ്ട്. വാർത്തയോട് പ്രതികരിച്ച് സംവിധായകനായ രാഹുൽ സദാശിവനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. വ്യാജ പതിപ്പ് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനമെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം ഭ്രമയുഗം എത്തിയിട്ടും പ്രേമലുവിൻ്റെ കളക്ഷനിൽ കാര്യമായ കുറവൊന്നും ഉണ്ടായിട്ടില്ല. നെസ്ലിനും അമിതയും പ്രധാന വേഷത്തിലെത്തിയ പ്രേമലുവിന് ആദ്യ ദിനം മുതലുള്ള പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ആഗോള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനാണ് നേടിക്കൊടുത്തത്. ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ ഗിരീഷ് ഷേഡി ഒരുക്കിയ റൊമാൻസ് കോമഡി എൻ്റർടൈനറായ പ്രേമലു റിലീസിനെത്തി ഒരാഴ്ച പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 14 കോടിയോളം രൂപയും ആഗോള ബോക്സ് ഓഫീസിൽ 21 കോടിയിലധികവും ഇതിനകം നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തികച്ചും വ്യത്യസ്തമായ 2 സിനിമകളായ ഭ്രമയുഗവും പ്രേമലവും മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്നത് കേരളത്തിലെ ബോക്സ് ഓഫീസുകൾക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്.